ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഈദൊക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഈദിൻ്റെ റെസിപ്പികളാണ് ഇട്ടിരുന്നത്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്നൊരു ദോശയുടെ റെസിപ്പിയാണ്. ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും ദോശ നല്ല ക്രിസ്പിയും നല്ല പെർഫെക്റ്റായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിനു മുമ്പ് ഒരു റവ ദോശയുടെയും ഗോതമ്പ് ദോശയുടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞതാണ്. കാണാത്തവരാണെങ്കിൽ അതും കണ്ടു നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ദോശമാവ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ അളക്കാനുള്ള കപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് കപ്പോ പാത്രമോ ആയിക്കോട്ടെ, അതിൽ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ 3 കപ്പ് അരി വേണേ ദോശമാവ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അവലും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കട്ടി കൂടെ ഇതുപോലുള്ള ബ്രൗൺ കളറിലെ അവലാണ് ചേർത്തിരിക്കുന്നത്. അവൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പാണ്. നിങ്ങൾ തീരെ കനം കുറഞ്ഞ അവലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അവൽ കുതിർത്താൽ മതി. ഇനി ഈ അവലും കൂടി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉഴുന്നുപരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും പാകത്തിന് വെള്ളം ഒഴിച്ചത് കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉഴുന്നെടുത്ത കപ്പിൽ 3 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസിന്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സംശയമുള്ളവർ കണ്ടു നോക്കണം. ഈ അരിയും വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം മുങ്ങാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ നമുക്ക് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം. ഇപ്പൊ ദോശക്കുള്ള ഇൻഗ്രീഡിയൻസ് കുതിർത്ത് വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം അവലും ഉഴുന്നും ഉലുവയും കൂടി മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് വെള്ളമാണ് അരക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉഴുന്നും അവലെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉഴുന്നരച്ച മിക്സിയുടെ ബൗളിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം മിക്സി മൂടി അരി നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ അരി കാണുന്ന പോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാവൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ മാവെല്ലാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി പൊങ്ങാനായിട്ട് ഒരു 8 മണിക്കൂർ മാറ്റി വെക്കണം. ഇപ്പോൾ മാവ് അരച്ച് വെച്ചിട്ട് 8 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മാവ് ഈ കാണുന്ന പോലെ നല്ല പതിഞ്ഞ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ 8 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും. സമയം തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചുകൂടെ സമയം വേണം. ഒരു 10-12 മണിക്കൂറൊക്കെ പിടിക്കുന്ന നല്ല തണുപ്പുള്ള സ്ഥലത്ത് മാവ് നന്നായിട്ട് പൊങ്ങി വരാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ദോശ കുറച്ച് ക്രിസ്പി ആയിട്ടും കിട്ടും. പിന്നെ ആ ഒരു ബ്രൗൺ കളറും കിട്ടും നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് കുറച്ച് തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ല ലൂസാക്കി എടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിയണവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ മാവ് ഒന്ന് മൂടി ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ മാവ് മൂടി വെച്ചിട്ട് 10-15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവയാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇരുമ്പിൻ്റെ ദോശത്തവ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതുപോലെ പേപ്പർ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ദോശത്തവ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നടുഭാഗം കുഴിയുള്ള ദോശത്തവയൊന്നും എടുക്കരുത്.
ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ദോശത്തവ തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളതും നല്ല പേപ്പർ പോലെ ഇങ്ങനെ നല്ല മടക്കിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്റ്റൗ ഹൈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഈ ദോശ ഉണ്ടാക്കാൻ. എന്നാൽ മാത്രമേ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ദോശത്തവയിലേക്ക് തളിച്ചു കൊടുക്കണം. ഇനി ഈ വെള്ളം നമുക്കൊരു കിച്ചൺ ടിഷ്യൂ കിച്ചൺ ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചു മാറ്റാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് എണ്ണ പൊട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഇരുമ്പിന്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദോശത്തവയിൽ എണ്ണ തടവിയിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലേക്ക് പാകത്തിന് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. വലിയ തവിയാണെങ്കിൽ ഒരു തവി മതി. ഞാൻ ചെറുതായതുകൊണ്ട് 2 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല റൗണ്ടിൽ പരത്തി കൊടുക്കണം. ഇപ്പോൾ ദോശ കുറച്ച് പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ദോശയുടെ ചുറ്റിനും കുറച്ച് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ചട്ടകം കൊണ്ട് പതുക്കെ ദോശയുടെ നടുഭാഗത്ത് ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ദോശ പാകമായിട്ട് അതിന്റെ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ദോശ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പതുക്കെ ചട്ടകം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി ദോശ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നമ്മുടെ ദോശ റെഡി ആയി കഴിഞ്ഞ് ഇതിന്റെ സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരവും ക്രിസ്പിയുമായ ദോശ റെഡി ആയി കഴിഞ്ഞ് ഈ ദോശ ചൂടോടെ നമുക്ക് സാമ്പാർ ചട്നി ഒക്കെ കഴിക്കാവുന്നതാണ്. കഴിയുന്നത് ഈ ദോശ നമ്മൾ നല്ല ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ദോശയുടെ ആ കരികരിപ്പ് നഷ്ടപ്പെടും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലെ നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.